ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്നും പറഞ്ഞ് ഇറങ്ങുക കേട്ടോ. മോള് വന്നതിന് ശേഷം അങ്ങനെ ഞങ്ങൾ എങ്ങോട്ടും പോകാറില്ല. മോള് വന്നതിന് ശേഷം അല്ല, അതിന് മുന്നേ ഇങ്ങോട്ടും പോകാറില്ലായിരുന്നു. പ്രഗ്നൻസി സമയത്തൊന്നും എങ്ങോട്ടും പോയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ അമ്മയുണ്ട്. അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് മോളെ കൊടുത്തിട്ട് പോകാമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ അറിയാറായി, ഓരോ മാസം ഇങ്ങനെ കഴിഞ്ഞ് വരുന്തോറും ആൾക്ക് കുറച്ചും കൂടെ ഇങ്ങനെ അറിയാറായി വരുന്നതനുസരിച്ചിട്ട് ആൾക്ക് നിർബന്ധവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാൽ കുടിക്കാനുള്ള കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആളെ കൊടുത്തിട്ട് പോയാലും ആൾ നന്നായിട്ട് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഓടി വരാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ മോളെയും കൂടെ കൂട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമുക്ക് 2-3 കയറാനുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞൻ ആദ്യം ബാങ്കിൽ പോയി, എന്നെയും മോളെയും കാറിൽ ഇരുത്തിയതിന് ശേഷം കുഞ്ഞൻ ബാങ്കിൽ പോയതിന് ശേഷം പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് മോൾക്ക് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി പിന്നെ ഇരുത്തിയേക്കുമായിരുന്നു. അങ്ങനെ കുഞ്ഞൻ വന്നപ്പോഴത്തേക്ക് ആൾ ഉറങ്ങി. പിന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? കൊല്ലംകാർക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അറിയാമെന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇവിടെ വന്നിരിക്കണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. ബീച്ചിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഇതിൽ പോകുമ്പോൾ വലിയ ഇങ്ങനെയുള്ള രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം കുറച്ച് നാളായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആയത്. അതിനുശേഷം ഇങ്ങനെ വരണം എന്ന് വിചാരിക്കുന്നു. പ്രഗ്നൻസി സമയത്ത് പിന്നെ നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടും പോകാറില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരാറില്ല. ഇനിയൊന്നും പതുക്കെ മോള് ഒന്ന് ഇത്തിരി കൂടി സെറ്റ് ആയതിനു ശേഷം ഒന്ന് വരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ അടുത്തടുത്തോട്ട് വന്നു. ഇവിടെ വന്നും കുറച്ച് നേരം ഇരുന്നു. കുഞ്ഞിന് വേറെ ഏതോ ATM-ൽ കൂടെ കയറണമായിരുന്നു, അവിടെ ശരിയായില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും മോളും കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം നേരെ ഇതാ നമ്മളൊരു കടയിലോട്ട് വന്നു കേട്ടോ. ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി, ഇടാൻ കുറച്ച് വൈകിയെന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സെറ്റ് മുണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മറ്റേ നൂലുകെട്ടിന് കൊടുത്ത സെറ്റ് മുണ്ടാണ് നോക്കിയത്. ഇവിടുന്നായിരുന്നു ഞാൻ വാങ്ങിച്ചത്. പക്ഷേ അതിൻ്റെ ആ സെയിം വേറെ ഇല്ലായിരുന്നു. കുറേ തപ്പിയിട്ടും കിട്ടിയില്ല. പിന്നെ എനിക്കതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഇതാ ഒരു കടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ 5-ൻ്റെ കടിയാണ് കേട്ടോ. അത് കുറേ ഉണ്ട്. 60 രൂപയ്ക്കുള്ള സാധനമാണ് കേട്ടോ. കുറേ എന്തൊക്കെയോ സാധനമുണ്ട്. കുഞ്ഞ് കട്ട്ലേറ്റ്, പരിപ്പുവട, സമൂസ, മുട്ട ബജി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് പരിപ്പുവട എടുത്തിട്ട് ഞാൻ ഒരെണ്ണം കഴിച്ചു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചോറ് കഴിക്കാണ്ടാട്ടോ ഇറങ്ങിയത്. അതിൻ്റെ ഒരെണ്ണം കാറിലിരുന്ന് തന്നെ കഴിച്ചു. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇതാ അമ്മ മോളെ എടുത്തുകൊണ്ടങ്ങ് പോയിട്ടുണ്ടായിരുന്നു. മോള് നന്നായിട്ട് ഉറങ്ങുമായിരുന്നു കേട്ടോ. മോൾക്ക് യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കാറിൽ കയറി കഴിഞ്ഞാൽ ആളിരുന്ന് ഉറങ്ങും കേട്ടോ. ചില സമയത്ത് മാത്രമാണ് ഒന്ന് എഴുന്നേറ്റ് നോക്കുന്നത്. അങ്ങനെ ഇതാ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫുഡ് കഴിച്ചു. ഒരു ഉണ്ടമുളക് ഉണ്ടായിരുന്നു, അതും കൂട്ടി കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു മണമാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേര് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങളിവിടെ അങ്ങനെയാണോ പറയാറുള്ളതാണോ? അമ്മയുടെ ശുണ്ടടിയാണോ? അമ്മയുടെ ശുണ്ടടിയാണോ? അമ്മയുടെ മുന്നിൽ കളിച്ചിരുന്ന് ഞങ്ങൾക്കതാ ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾക്കല്ല, എനിക്കാണ്. ഞാൻ അങ്ങോട്ട് ചാഞ്ഞ് കിടന്നു അവളെയും ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പനും മോളും കൂടെ കളിയായിരുന്നേ.